അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൂന്നാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ 2024 വാർഷിക പേപ്പറാണ്. കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. ഒന്ന്, സാക്കിനാമീമിനെ ഇഖ്ഫാ ചെയ്ത് ഓതണം. വമിൻഹും സാബിഖുൻ വമിൻഹും ബത്ഷ വമിൻഹും മിൻ. ഇതിലേതാണ് മിൻഹും ബത്ഷ? കാരണം ആ ബൈത്ത് പഠിച്ചിട്ടില്ലേ, സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം, ബാ വന്നാൽ ഇഖ്ഫാ, ബാക്കി വന്നാൽ ഇദ്ഹാർ. അപ്പോൾ ഇവിടെ മീമിന് ശേഷം ബാവ് വന്നു, അവിടെ എന്താണ് ഇഖ്ഫാ ആണ് ചെയ്യേണ്ടത്. ഇനി രണ്ട്, തൻവീനെ ഉന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം. തൻവീനിനെ ഉന്നത്ത് കൂടാതെ, അതായത് ഇദ്ഗാം ബിലാ ഗുന്ന ഏതാണ്? തൻവീന് ശേഷം വന്ന ഗഫൂറൻ ഷക്കൂർ, ഗഫൂറൻ ഹലീം, ഗഫൂറുർ റഹീം. ഇവിടെ ഏതാണ്? ഗഫൂറുർ റഹീമാണ്. കാരണം ലൊമ്മ തൻവീന് ശേഷം റാ വന്നു. ലൊമ്മ തൻവീന് ശേഷം റാ ആണ് വന്നത്. അപ്പോൾ നമുക്ക് ആ ബൈത്ത് പഠിച്ചിട്ടില്ലേ, ഇദ്ഗാമുണ്ട് ബിലാ ഗുന്ന, ഇദ്ഗാമുണ്ട് ബിലാ ഗുന്ന. ഇതിനായി രണ്ട് ഹുറൂഫെന്ന, നൂനും തൻവീനിൻ പിറകില്ലാം, പ്രാവന്നാലി വിധി എന്ന. അപ്പോൾ ഇദ്ഗാമും ബിലാ ഗുന്നയാണ്. ഇനി മൂന്ന്, ഹിക്മത്തും ബാലിഗ എന്നതിൽ തൻവീൻ്റെ വിധി എന്ത്? ഹിക്മത്തും ബാലിഗ അവിടെ ഇൽഹാറാണോ ഇഖ്ലാബാണോ ഇഖ്ഫാ ആണോ? ഹിക്മത്തും ലൊമ്മ തൻവീന് ശേഷം ബാ വന്നു. അപ്പോൾ എന്താണ്? തൻവീന് ശേഷം ബാ വന്ന ഇഖ്ലാബാണ്. ഇഖ്ലാബ് പഠിച്ചിട്ടില്ലേ? ഇഖ്ലാബ് എന്തെന്നറിയില്ലേ, ഇതിനുള്ളത് ബാ എന്നല്ലേ, നൂനും തൻവീനിൻ പിറകിൽ ബാ വന്നാലിവ മീമാവില്ലേ. കണ്ട, തൻവീന് ശേഷം നൂനും തൻവീനിൻ പിറകിൽ ബാ വന്നാലിവ മീമാവ്. അപ്പം എങ്ങനെ? ഹിക്മത്തും ബാലിഗ ലൊമ്മ തൻവീന് ശേഷം ഇവ എന്താ മീമായി മാറിയ? ലൊമ്മ തൻവീന് അവിടെ തൊന്ന് പറയാ, തൊം അല്ലേ, ഹിക്മത്തും ബാ മീമാക്കി മറിച്ചു. ഇനി നാല്, സാക്കിന നൂനെ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. എവിടെ? മങ്കൂസിനാണോ സുംബുലയാണോ ഖിൻവാനുനാണോ? ഖിൻവാനുനാണ്. കാരണം അവിടെ ഇൽഹാർ മുത്തലക്കാണ് അല്ലേ. സാക്കിനായ നൂന് ശേഷം അതേ കലിമത്തിൽ ഖുർആനിൽ വന്നത് യാവും വാവാണ് അല്ലേ. അപ്പോൾ കിൻവാനുൻ, ദുനിയാ, കിൻവാനുൻ, സിൻവാനുൻ, ബുൻയാനുൻ എന്ന 4 പദം മാത്രമേ ഖുർആനിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇൽഹാർ മുത്തലക്കാണ്, അതുകൊണ്ട് ഇൽഹാർ ചെയ്യൽ നിർബന്ധം. അതാണ് ഇൽഹാർ മുത്തലക്ക്. അപ്പോൾ ഇതിന് ഉദാഹരണമാണ് കിൻവാനുൻ. ഒരേ പദത്തിൽ സാക്കിനാനു ശേഷം ഒരേ കലിമത്തിൽ തന്നെ എന്തോരാ ഇദ്ഗാംബിഗുന്നൻ്റെ അക്ഷരം വരാം. ഇദ്ഗാംബിഗുന്നൻ്റെ എല്ലാം ഇല്ല, നൂനും വാവും യാവും മാത്രമാണ് വന്ന ഉദാഹരണങ്ങൾ ഉള്ളൂ. അത് 4 ഉള്ളൂ. ഇനി 5, ഇഖ്ലാബിനെ സൂചിപ്പിക്കാൻ ഖുർആനിൽ കാണുന്ന ചിഹ്നം ഏത്? ഇഖ്ലാബിനെ സൂചിപ്പിക്കാൻ ആദ്യത്തെ മീമ്, ഈ രൂപത്തിലുള്ള മീമ്, പിന്നെ സീന്, പിന്നെ സ്വാദ്. ഏതാണത്? അതാണ് മീമാണ്. ഈ മീമാണ്. ഖുർആനിൽ 2 വിധത്തിൽ മീമ് വരും. ഇത് ഇഖ്ലാബിനെ സൂചിപ്പിക്കാനുള്ള മീമ് ഇങ്ങനെ താഴോട്ടായിരിക്കും, മറ്റേത് നേരെ വന്ന അത് വഖഫ് ലാസിമിൻ്റെ മീമാണ്. അത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ മീമ് കാണുമ്പോൾ 2 രൂപത്തിൽ മീമ് വരും. 6, ജന്നാത്തോൻ തജിരി എന്നതിൽ തൻവീനിനെ എന്ത് ചെയ്യണമെന്നാ? ജന്നാത്തോൻ തജിരി. അവൾ ലൊമ്മ തൻവീന് താവ് വന്നില്ല. അപ്പോൾ ഇദ്ഗാം ചെയ്യണമെന്നാണോ അല്ല മറച്ച് മണിക്കണമെന്നാണോ അല്ല വെളിവാക്കണം? മറച്ച് മണിക്കണം അല്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ 15 അക്ഷരം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇഖ്ഫാ എന്തെന്നറിയണം, ഇവിടെ മറച്ചു മണിക്കണം, നൂനും തൻവീനിൻ പിറകെ 15 അക്ഷരം ഇതിനെന്നോർക്കണം. അപ്പോൾ 15 അക്ഷരങ്ങൾ വന്നാൽ 15 അക്ഷരങ്ങളിൽ താ ആ 15 അക്ഷരത്തിൽ പെട്ടതാണ്. അപ്പോൾ താ വന്നു, ലൊമ്മ തൻവീന് ശേഷം താവ് വന്നു. അപ്പോൾ എന്താണ്? ഇഖ്ഫാ ആണ്, അതായത് മറച്ചു മണിച്ചു. 7, നിർത്തൽ ഏറ്റവും നല്ലതെന്ന് സൂചിപ്പിക്കുന്നത് മീമാണോ അല്ലെ ഖില എന്നാണോ സ്വില എന്നാണോ? ഖില എന്ന് വെച്ചാൽ വഖഫ് ആവില്ല, ഖിലയാണ് കേട്ടോ. നിർത്തലാണ് ഏറ്റവും നല്ലത്. 8, ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്ന തൻവീന് ഇഖ്ഫാ ചെയ്യണം. ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്ന തൻവീന് ബാ വാവാണോ, ലാം റാ, ഷീന് സ്വാദ്. ഏതാണ്? ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്ന തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളാണ് ഷീനും സ്വാദുമാണ്. കാരണം ലാമും റാവും ഇദ്ഗാം ബിലാ ഗുന്നയാണ്. വാവ് ഏതാണ്? ഇഖ്ലാബാണ്. വാവ് ഇദ്ഗാം ബി ഗുന്നയാണ്. അപ്പോൾ അതല്ല. അപ്പോൾ ഏതൊക്കെയാണ്? ഷീനും സ്വാദുമാണ്. ഇനി 9, സാക്കിന മീമിനെ വെളിവാക്കി ഓതണം. സാക്കിന മീമിനെ വെളിവാക്കി ഓതണം. ലഹുമ്മയാണോ വലഹും ഫീഹയാണോ ലഹും ബിഹിയാണോ? സാക്കിന മീമിനാണ് കേട്ടോ. അപ്പോൾ അതാണ് വലഹും ഫീഹ. കണ്ട, വലഹും ഫീഹ. കാരണം മീമിന് ശേഷം ഫാവ് വന്നാൽ
കൂടുതൽ വെളിവാക്കി ഓതണമെന്ന്. ലഹുമ്മ എന്നതിൽ ഇതാംബി കുന്നാണല്ലോ, മീമിനേശം മീമല്ല. ലഹും ബിഹി എന്താണ്, മീമിനേശം ബാവ് വന്ന ഇഖ്ഫ ആണല്ലോ, നമ്മൾ നേരത്തെ പാടിയില്ലേ. എന്താ പാടിയ? സാക്കിന മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം, ബാവ് വന്നാൽ ഇഖ്ഫാ, ബാക്കി വന്നാൽ ഇദ്ഹാർ. അപ്പോൾ ഇവിടെ വലഹും ഫിഹ ഇദ്ഹാറാണ്. ഇനി 10 തൻവീന് ശേഷം ലാം വന്നാലുള്ള നിയമം എന്താ? തൻവീന് ശേഷം ലാം വന്നാൽ ഇതാം ബിഗുന്നയാണോ ഇഖ്ലാബാണോ? ഇതാം ബിലാഗുന്നയാണ്. ഇതാം ബിലാഗുന്ന അല്ലേ അല്ലേ? ഇതാമും ബിലാഗുന്ന. തൻവീന് ശേഷം ലാം വന്നാൽ ആ ബൈത്ത് അല്ലാതെ നമുക്ക് ഇദ്ഗാമുണ്ട് ബിലാഗുന്ന. ഇതിനായി 2 ഹുറൂഫ് എന്ന നൂനും തൻവീനിൻ പിറകെ ലാം റാ വന്നാൽ വിധി എന്ന. അപ്പോൾ ലാം തൻവീന് ശേഷം ലാം വന്നു, അപ്പോൾ ഇതാം ബിലാഗുന്നയാണ്. ഇനി ചേരുമ്പടി ഇറക്കട്ടെ. തൻവീനെ ഇഖ്ഫാ ചെയ്യണം, തൻവീനെ ഇദ്ഗാം ബിലാഗുന്ന ചെയ്യണം, തൻവീനെ ഇഖ്ലാബ് ചെയ്യണം, തൻവീനെ ഇദ്ഹാർ ചെയ്യണം. ഉദാഹരണങ്ങൾ ഏതാ? മാ ബി ഖദർ. അവിടെ എന്ത് ചെയ്താ? മാ ബി ഖദർ എന്നുള്ളത് തൻവീന് ശേഷം ബാവ് വന്നു. മാ ബി ഖദർ അവിടെ ഇഖ്ലാബല്ലേ, അപ്പോൾ ഇഖ്ലാബിൻ്റെ ഉദാഹരണമാണ് അത്. അതായത് 13ാമത്തേൻ്റെ ഉത്തരവാണ് എ. ഇനി മാ അല്ലഹും, മാ അല്ലഹും തൻവീന് ശേഷം ലാമു വന്നില്ലേ, അപ്പോൾ ഇതാം ബിലാഗുന്നയാണ്. അപ്പോൾ ഇതാം ബിലാഗുന്ന ഉണ്ടത് അവിടെ 12ാമത്തേൻ്റെ. ഇനി മാ അൻ ഹമീമ അവിടെ ഇദ്ഹാറല്ലേ, തൻവീന് ശേഷം ഹ അല്ലേ, ഹൽക്കിൻ്റെ അക്ഷരം വന്നു, ഇദ്ഹാർ, അത് 14ാമത്തത്. ഇനി മാ അൻ സജ്ജാജ, മാ അൻ സജ്ജാജ അവിടെ എന്താണ്? തൻവീന് ശേഷം സാവ് വന്നു, അത് ഇഖ്ഫാൻ്റെ അക്ഷരമാണ്, അവിടെ ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ തൻവീൻ. അപ്പോൾ എന്തൊക്കെയായി? 11ാമത്തത് ഡി ആണ്, 12 ബി ആണ്, 12 തൻവീന് ഇതാം ബിലാഗുന മാ അല്ലക്കും കണ്ട, അത് തന്നെ വന്നേക്കണം. നോക്കിയേ, ബി തന്നെ 12ൻ്റെ നേരെ തന്നെ വന്നു. ഇനി തൻവീന് ഇഖ്ലാബ് ചെയ്യണം. ഇഖ്ലാബ് മാ ബി ഖദർ എ ആണ്, എ. തൻവീന് ഇദ്ഹാർ ചെയ്യേണ്ടതാണ് മാ അൻ ഹമീമ, സി ആണ്. ഇനി പൂരിപ്പിക്കുക. സുക്കൂണുള്ള നൂന് ശേഷം ഡാഷ് വന്നാൽ നൂന് ഇഖ്ലാബ് ചെയ്യണം. ഇഖ്ലാബ് ചെയ്യേണ്ടപ്പോൾ സുക്കൂണുള്ള നൂന് ശേഷം ബാ വന്നാൽ നൂന് ഇഖ്ലാബ് ചെയ്യണം. ബാ ആണല്ലോ ഇഖ്ലാബിൻ്റെ അക്ഷരം. ഇനി തൻവീന് ശേഷം റാവ് വന്നാൽ തൻവീന് എന്ത് ചെയ്യണം? തൻവീന് ശേഷം റാ വന്നു, റാ ഏതിൻ്റെ അക്ഷരമാണ്? ഇതാം ബിലാഗുന്ന ചെയ്യണം. അപ്പോൾ ഇതാം ബിലാഗുന്ന ചെയ്യണം. ഇനി 17 സുക്കൂണുള്ള നൂന് ശേഷം ജീമ് വന്നാലോ? നൂന് ശേഷം ജീമ് വന്നാൽ ജീമ് അതിൻ്റെ ഇഖ്ഫാ ചെയ്യേണ്ടത്, കാരണം ജീമ് ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. 18 തൻവീന് ശേഷം സീന് വന്നാലോ? സീന് വന്നാലും എന്തിനാണ് ഇഖ്ഫാ ചെയ്യേണ്ടതെന്ന്? തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം അല്ലേ? തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം. ആ അക്ഷരം ഏതിനെന്നാണ് ചോദിച്ചത്. ഇനി 19 സാക്കിന മീമിന് ശേഷം ബാവ് വന്നാൽ മീമിനെ എന്ത് ചെയ്യണം? സാക്കിന മീമിന് ശേഷം ബാവ് വന്നാൽ മീമിനെ, സാക്കിനായ മീമിന് ശേഷം ബാവ് വന്നാൽ ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ ഇഖ്ഫാ ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ 2 നോട്ടം പാടിയതാണല്ലോ. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. മാലല്ലുബത എന്നതിൽ തൻവീൻ്റെ വിധി എന്താ? മാലല്ലുബത തൻവീന് ശേഷം ലാമു എന്നല്ല, അപ്പോൾ ഇതാമും ബിലാവുന്നെയാണ്. മിംബാള് എന്നതിൽ നൂനിൻ്റെ വിധി എന്താ? നൂനിൻ്റെ വിധി അവിടെ ഇഖ്ലാബാണ്. മിംബാദ് നൂന് ശേഷം ബാവല്ലേ വന്നത്. ഇനി ദുനിയ എന്നതിലെ നൂനിനെ ഇദ്ഹാർ ചെയ്യുന്നതിൻ്റെ വിധി നിർബന്ധമാണ്, കാരണം അത് ഇദ്ഹാർ മുത്തലഖല്ലേ. ഇദ്ഹാർ മുത്തലഖിന് 4 പദങ്ങളിൽപ്പെട്ട ഒന്നാണ് ദുനിയ എന്നത്. ഇനി 23 മിങ്കാസ് നൂന് ശേഷം കാഫ് വന്നിട്ടാ, എന്നതിലെ നൂനിൻ്റെ വിധി എന്താ? അവിടെ എന്താണ്? ഇഖ്ഫാ ആണ്. കാഫ് എന്നുള്ളത് ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. ഇനി 24 ഹും ഖൈറോൻ, ഹും ഖൈറോൻ എന്നതിലെ സാക്കിന മീമിൻ്റെ വിധി. മീമിന് ശേഷം സാക്കിന മീമിന് ശേഷം ഖാവ് വന്നില്ലേ, മീമിന് ശേഷം ഖാവ് വന്നാൽ അത് ഇദ്ഹാറാണ്. അപ്പോൾ ഇദ്ഹാറാണ് വിധി. അപ്പോൾ വിധി ചോദിക്കുമ്പോൾ നമ്മൾ ഈ പറയേണ്ട അല്ലേ 5, 3, 8 വിധി പഠിച്ചിട്ടില്ല, അതാ പറയേണ്ടത്. പക്ഷേ ദുനിയ എന്നതിലെ നൂനെ ഇദ്ഹാർ ചെയ്യുന്നതിൻ്റെ വിധി മാത്രം നമ്മൾ നിർബന്ധമെന്ന് പറഞ്ഞല്ലോ. അവിടെ ആ വ്യത്യാസം മനസ്സിലാക്കി വെക്കാം. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം. സക്കത്ത എന്നാൽ എന്ത്? സക്കത്ത വെച്ചാൽ എന്താ ചെയ്യുക? ശ്വാസം വിടാതെ അടങ്ങുന്നതിനാണ് സക്കത്ത എന്ന് പറയുക. ശ്വാസം വിടാതെ അടങ്ങുക, അതിനാണ് അല്പം അടങ്ങുന്നതിനാണ് സക്കത്ത എന്ന് പറയുക. ശ്വാസം വിട്ടടങ്ങുന്നതിന് എന്താ പറയുക? വഖഫ് എന്ന് പറയും അല്ലേ? വഖഫ് എന്ന് വെച്ചാൽ അതല്ലേ. ഇനി സാക്കിന നൂന് ഇദ്ഹാർ ചെയ്യൽ നിർബന്ധമാണ് എപ്പോൾ? സാക്കിന നൂന് ഇദ്ഹാർ ചെയ്യൽ നിർബന്ധമാണ് എപ്പോൾ? സാക്കിന നൂന് ശേഷം
അതേ പദത്തിൽ ഇദ്ഗാം ബി ഗുന്നയുടെ അക്ഷരം ചേർന്ന് വന്നാൽ, അങ്ങനെയല്ലേ സുക്കൂനിന് ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ. ഇദ്ഹാർ മുത്ലഖ് എന്നാൽ എന്തെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. സാക്കിനായ നൂനിന് ശേഷം അതേ കലിമത്തിൽ അല്ലേ എന്ത് ചേർന്ന് വന്നു? ഇദ്ഗാം ബി ഗുന്നയുടെ അക്ഷരം ചേർന്ന് വന്നാൽ ഇദ്ഹാർ ചെയ്യൽ നിർബന്ധമാണ്. ഇതിന് ഇദ്ഹാർ മുത്ലഖ് എന്ന് പറയുന്നു. നൂനും ഇദ്ഗാം ബി ഗുന്നയുടെ അക്ഷരവും ഒരേ കലിമത്തിൽ ചേർന്ന് വന്നാൽ ഇദ്ഹാർ ചെയ്യൽ നിർബന്ധമാണ്. ഇതിന് ഇദ്ഹാർ മുത്ലഖ് എന്ന് പറയുന്നു. നൂന് ഏത് നൂനാ? സാക്കിനാ നൂൻ. അപ്പോൾ സാക്കിനാ നൂനും ഇദ്ഗാം ബി ഗുന്നയുടെ അക്ഷരവും ഒരേ കലിമത്തിൽ ചേർന്ന് വന്നാൽ ഇദ്ഹാർ ചെയ്യൽ നിർബന്ധമാണ്. ഇതിന് ഇദ്ഹാർ മുത്ലഖ് എന്ന് പറയുന്നു. ഇനി 28 27 സാക്കിനാ നൂന് ഇഖ്ലാബ് ചെയ്യണം. എപ്പോഴാണ് ഇഖ്ലാബ് ചെയ്യേണ്ടത്? സാക്കിനാ നൂശം ബാവ് വന്നാൽ ഇഖ്ലാബ് ചെയ്യണം. ഇനി 28 തൻവീന് ഇദ്ഗാം ബിലാഗുനയാണ്. എപ്പോഴാ? തൻവീന് ശേഷം ലാമോ റാവോ വന്നാൽ. തൻവീന് ഇദ്ഗാം ബിലാഗുനയുണ്ട്. ബിലാഗുനേൻ്റെ അക്ഷരം എന്താ? ലാമോ റാവോ വരണം. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. ഖുർആനിലെ വഖഫ് ചെയ്യൽ ആ ഒരു ഇതുള്ളൂ അല്ലേ. ഖുർആനിൽ വഖഫ് ചെയ്യൽ, ആ വഖഫിൻ്റെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ആ അടയാളങ്ങളൊക്കെ എന്ത് എഴുതിയിട്ട് അത് എന്തിനാന്നുള്ളത് എഴുതാം. ആയത്ത് അവസാനിച്ചു എന്നതിന് അടയാളം. മീമ് നിർത്തൽ അത്യാവശ്യമാണ്. ആ മീമിൻ്റെ രൂപം മനസ്സിലാക്കിയിട്ട് പിന്നെ ഖില നിർത്തൽ ഏറ്റവും നല്ലത്. ജീമ് നിർത്താം. സില ചേർത്തി ഓതലാണ് നല്ലത്. ലാ നിർത്തരുത്. പിന്നെ 2 പോയിൻ്റ് ഇട്ടത് 3 അടുപ്പിച്ചടുപ്പിച്ച് അല്ലേ, അത് 2-ൽ ഒരിടത്ത് നിർത്താം. സീന് സക്കത്ത ശ്വാസം വിടാതെ അല്പം അടങ്ങണം. അപ്പോൾ 2 4 6 8 ഇതാണുള്ളത് അവിടെ. അപ്പോൾ ഖുർആനിൽ വഖഫ് ചെയ്യൽ എന്നുള്ളത് അങ്ങനെ എഴുതാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു. അപ്പോൾ നല്ലപോലെ ആ നിയമങ്ങൾ 8 നിയമങ്ങൾ നല്ലപോലെ പഠിച്ചു വെച്ചു. അതായത് സാക്കിന നൂനിൻ്റെയും തൻവീൻ്റെ 5 വിധികളും പിന്നെ മീമിൻ്റെ 3 വിധികളും. അപ്പോൾ ഇതിലെല്ലാം വരൂല രണ്ടാം ഭാഗത്തിൽ നിന്നല്ലേ. രണ്ടാം ഭാഗത്തിൽ ഇഖ്ഫാവും അതുപോലെ തന്നെ ഇദ്ഗാം ബിലാഗുന്നയും ഇദ്ഗാം ബിഗുന്ന മുമ്പത്തെ പാഠത്തിലാണ്. ഇഖ്ഫാവും അതുപോലെ തന്നെ ഇഖ്ലാബും മീമിൻ്റെ 3 വിധികളും. ഇൻഷാ അല്ലാഹ് നല്ലപോലെ പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.